ഹായ് പ്രിയപ്പെട്ടവരെ, ഒരു ഭയവും ടെൻഷനും ഹൃദയമടിപ്പ് കൂടുന്നത് പോലെ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് അറ്റാക്ക് വന്നുവെന്ന്, ഹാർട്ട് അറ്റാക്ക് വരുന്നുവെന്ന്. നിങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഡോക്ടർ നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷനെല്ലാം ടെസ്റ്റ് ചെയ്യുന്നു, ECG ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. ഡോക്ടർ പറയുന്നു നിങ്ങളുടെ ഹാർട്ടിന് ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് ഭയം വന്നതാണ്, ടെൻഷൻ കയറിയതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ വന്ന പ്രോബ്ലം പാനിക് അറ്റാക്കാണ്. പാനിക് അറ്റാക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഇത് ശരിക്കും ശരീരത്തിന് വരുന്ന ഒരു രോഗമല്ല, മനസ്സിന് വരുന്ന ഒരു രോഗമാണ്. നിങ്ങളിത് തിരിച്ചറിയാൻ വൈകുന്തോറും നിങ്ങളുടെ കണ്ടീഷൻ വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കാണേണ്ടത് ഒരു സൈക്കാട്രിസ്റ്റിനെയാണ്. എന്താണ് പാനിക് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ? ഇറഗുലറായിട്ടുള്ള ഹാർട്ട് ബീറ്റ് കൂടുതൽ, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, എവിടെയെങ്കിലും പോകാനുള്ളൊരു ഭയം, ഞാനിപ്പോൾ മരിച്ചു പോകുമെന്നുള്ള ചിന്ത, ഇതൊക്കെയാണ് ഈ പാനിക് അറ്റാക്കിൽ വരുന്നത്. ഇത് ശരിക്കും മെൻ്റൽ ഡിസീസാണ്. അത് തിരിച്ചറിയുക എന്നതാണ് പ്രധാനപ്പെട്ടത്. അത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പലപ്പോഴും ഇത് വേഴ്സ്റ്റ് കണ്ടീഷനിലേക്ക് പോകുന്നത്. പാനിക് അറ്റാക്കിൻ്റെ മെയിൻ കാരണങ്ങൾ ഓവർ സ്ട്രെസ്സ് തന്നെയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക്കായിട്ട് വരുന്ന റീസൺസ് ആവാം, എന്തെങ്കിലും മുന്നേ ഉണ്ടായ എന്തെങ്കിലും ട്രോമകളാവാം. ഇതൊക്കെയാണ് പാനിക് അറ്റാക്കിൻ്റെ മെയിൻ കാരണങ്ങളായിട്ട് വരുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ സെറാട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോൺ ട്രാൻസ്മിറ്റർ നമ്മുടെ ബ്രെയിനിൽ നിലനിർത്തുക എന്നതാണ്. സെലക്റ്റീവ് സെറാട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ എന്നൊക്കെ പറയുന്ന മരുന്നുകളൊക്കെ ഇതിന് ലഭ്യമാണ്. അത് ഈ സെറാട്ടോണിൻ്റെ റീഅപ്ടേക്ക് ഇൻഹിബിറ്റ് ചെയ്ത് സെറാട്ടോണിൻ ബ്രെയിനിൽ നിലനിർത്തി ഈ ടെൻഷനെ കുറക്കുന്ന ട്രീറ്റ്മെൻറ്റൊക്കെയാണ് ഈ ബെൻസോഡയാസെപ്പിൻ അതുപോലുള്ള മരുന്നുകളൊക്കെ ഇതിന് ഉപയോഗിക്കാം. നിങ്ങൾ തീർച്ചയായും ഇങ്ങനെയുള്ള ലക്ഷണമൊക്കെ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.